ഈ വേദിയിൽ ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് പ്രിയപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിന് ആമുഖ പ്രസംഗം നടത്തുന്നതിനു വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സമര പോരാളി അഡ്വക്കേറ്റ് അബിൻ വർക്കി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. എത്രയും ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വിജിൽ മോഹൻ, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എത്രയും ബഹുമാനീയരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട MLA, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഞാനിങ്ങ് കടന്നു വരുന്ന സമയത്ത് എനിക്ക് നല്ല സുഖമില്ലാതിരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരാൻ നേരം ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ കണ്ണൂർക്ക് പോവുകയാണ്, ഷുഹൈബിൻ്റെ അനുസ്മരണ സമ്മേളനമാണെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് സുഖമില്ലാത്തതാണ്, നീ ഇപ്പോൾ യാത്ര ചെയ്ത് വീണ്ടും നിന്റെ സൂക്കേട് കൂട്ടണ്ട എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ജലദോഷവും പനിയും വന്ന എന്നെ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ വളർത്തി അവർക്ക് അത്രയും വിഷമം വന്നെങ്കിൽ, ഒരു പൊന്നുമോൻ 27-ാം വയസ്സിൽ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ കയ്യിൽ നിന്ന് 35 വെട്ടുകൾ വെട്ടി ഈ മണ്ണോടടിഞ്ഞ് ഈ പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷിയായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഷുഹൈബിന്റെ കുടുംബത്തിനുണ്ടായ വേദന, ആ വേദനയ്ക്ക് മുന്നിൽ ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 7 അല്ല 70 കൊല്ലം കഴിഞ്ഞാലും ആ ധീര ഷുഹൈബിനെ നമ്മൾ മറക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നെന്നും ഈ സംസ്ഥാനത്തിന്റെ മണ്ണിൽ മിഴിവോടെ നിൽക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഷുഹൈബിന്റെ വധത്തിന് കൃത്യം 1 വർഷത്തിന് ശേഷമാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അതിനിഷ്ഠൂരമായ കൊലപാതകം നടന്നു. അന്നൊക്കെ CPM പറഞ്ഞ ഒരു ന്യായീകരണമുണ്ട്, ഞങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ ഷുഹൈബിന്റെ വധത്തിന്റെ പ്രധാനപ്പെട്ട പ്രതികൾ അവരെന്താണെന്ന് ചെയ്യുന്നത്? ഈ ആകാശ് തില്ലങ്കേരിയും അയാൾക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ കണ്ണൂർ സംഘവും മുഴുവൻ ഇതേ ലഹരിയുടെ കടത്തുകാരായി മാറി എന്നുള്ളത് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആനയും പുലിയും നാട്ടിലിറങ്ങിയാൽ പിണറായി വിജയനും കാരണം നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയിൽ, പ്രിയപ്പെട്ടവരെ, ഈ ധീര ഷുഹൈബിന്റെ ഈ ഓർമ്മ ദിനത്തിൽ ഇവിടെ നമ്മൾ വീണ്ടും മുന്നേയും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുന്നു, ഒരു ഷുഹൈബ് ഇല്ലാതായി എന്നോർത്ത് ഈ പ്രസ്ഥാനം മരിച്ചു വീഴും എന്ന് ഏതെങ്കിലും CPM-കാരൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഷുഹൈബ് അല്ല 1000 ഷുഹൈബുമാർ ഈ മണ്ണിൽ വീണ്ടും ജീവിച്ച് മരിക്കപ്പെടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധീര ഷുഹൈബിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അവിടെ സ്മരണകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ സമരനായകൻ, പാലക്കാടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ തെല്ലും വേരിറക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പാലക്കാടിന്റെ ഏറെ പ്രിയങ്കരനായ MLA, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട്. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരൻ ശ്രീ വിജിൽ മോഹൻ, ഏറെ ബഹുമാന്യനായ ഇരിക്കൂറിൻ്റെ ജനകീയനായ MLA ശ്രീ സജി ജോസഫ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സോണി സെബാസ്റ്റ്യൻ, ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്റെ ഊർജവും ആവേശവുമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അമരക്കാരൻ ശ്രീ മാർട്ടിൻ ജോർജ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കോടിയാട്ട്, ശ്രീ PS അനുരാജ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവ് ശ്രീമതി ഷമ മുഹമ്മദ്, സംഘടനാ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ്, ജില്ലാ KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അതുൽ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ റഷീദ്, ശ്രീ റോബർട്ട്, ശ്രീ രാഹുൽ, ശ്രീമതി നിമിഷ, കണ്ണൂർ ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് പാറയിൽ, ശ്രീ അരുൺ ദേവ്, ശ്രീ വൈശാൽ കല്യോട്ട് അടക്കമുള്ള
സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ഫർസിനും പ്രിൻസും അടക്കമുള്ള ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മറ്റ് പ്രിയമുള്ളവരെ, ഒരാൾ എങ്കിൽ മാത്രം അധികാരം പിടിക്കാൻ പറ്റുന്ന അസംബ്ലി ആയിരുന്നില്ല മട്ടന്നൂർ. ഒരാളൊന്ന് കൊല്ലപ്പെട്ടാൽ മാത്രം CPM അധികാരം പിടിക്കാൻ പറ്റുന്ന പഞ്ചായത്തായിരുന്നില്ല ഷുഹൈബിന്റെ പഞ്ചായത്ത്. എന്നിട്ടും അവർ കരുതിക്കൂട്ടി, കാലേ കൂട്ടി, കൃത്യമായ കരുതലോടുകൂടി ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഷുഹൈബ് കൊല്ലപ്പെടുന്ന ദിവസമായിരുന്നില്ല അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമം. അതിനു മുൻപും നടക്കാതെ പോയ നിരവധി ശ്രമങ്ങളുടെ ഒടുവിലാണ് അവർ ആ ശ്രമത്തെ ഒന്ന് വിജയിപ്പിച്ചെടുക്കുന്നത്. എന്തിനാണ് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യുന്നത്? ഇവിടെ വിജിൽ സൂചിപ്പിച്ചതുപോലെ ഒരാളെ കൊല്ലുമ്പോ, CPM ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ ഒറ്റ വെട്ടിന് വെട്ടി കൊല്ലാൻ അറിയാൻ പാടില്ലാത്ത കൊലയാളി സംഘത്തെ അല്ല അവിടേക്ക് പറഞ്ഞയച്ചത്. ഒറ്റ കുത്തിന് കുത്തി കൊല്ലാൻ അറിയാൻ പാടില്ലാത്ത കൊലയാളി സംഘമല്ല ഷുഹൈബിനെ കൊന്നത്. പിന്നെയും ഒരു ചെറുപ്പക്കാരനെ ആദ്യ വെട്ടിൽ വെട്ടി വീഴ്ത്തി നിലത്ത് വീട് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ അരയ്ക്ക് കീഴെ മാത്രം 37 വെട്ട ആഞ്ഞു വെട്ടി ഏറ്റവും ഒടുവിൽ കാലിലെ ഒരു നരമ്പിങ്ങനെ തിരികെ ചുഴറ്റിയെടുത്ത് പുറത്തേക്കിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഇവിടെ വിജിൽ സൂചിപ്പിച്ചതുപോലെ CPMകാർ ഒരു സന്ദേശം തരാൻ തീരുമാനിച്ചതാണ്. ഈ കൊലപാതകത്തിലൂടെ ഈ കണ്ണൂർ ജില്ലയിലെ, കേരളത്തിലെ CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസുകാരും വീട്ടിലേക്ക് കയറണം. ഒരു ഷുഹൈബ് കൊല്ലപ്പെട്ടാൽ പിന്നെ ഒരു ഷുഹൈബോ ആ പേര് പറഞ്ഞുകൊണ്ട്, ആ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും തെരുവിലേക്ക് ഇറങ്ങുവാൻ പാടില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഷുഹൈബിനെ ഇത്ര ക്രൂരമായ രീതിയിൽ, ഇത്ര നിഷ്ഠൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ നിങ്ങൾ കൊന്നിട്ട് ഈ നാട്ടിൽ എന്റെ വാക്ക് കേൾക്കുന്ന CPMകാരോട് ചോദിക്കുന്നു, അങ്ങനെ നിങ്ങൾ കൊന്നാൽ ഒരു സന്ദേശമുണ്ട്. ഒരു ഷുഹൈബ് കൊല്ലപ്പെട്ടാൽ ഇനി ആരും ഈ കൊടിയുടെ തണലിൽ ഈ പ്രസ്ഥാനത്തിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങില്ല എന്ന് വിചാരിച്ച നിങ്ങളുടെ ആ അജണ്ട വിജയിച്ചിട്ടുണ്ടോ CPMകാരാ? ഈ സായാഹ്നം തെളിയിക്കുന്നത് അങ്ങനെ ഒരു ഷുഹൈബ് കൊന്നാൽ ഈ പ്രസ്ഥാനത്തെ തീർക്കാമെന്നുള്ള CPMകാരന്റെ എല്ലാ മോഹവും പൊലിയുന്ന സായാഹ്നമാണ് ഇവിടെ ഈ ഇരിക്കൂറിന്റെ മണ്ണിൽ യൂത്ത് കോൺഗ്രസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ചെറുപ്പക്കാരല്ലേ, നിങ്ങളൊരു ഷുഹൈബിനെ കൊന്നാൽ തീർന്നു പോകുമെന്ന് പറഞ്ഞ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഷുഹൈബമാരാണ് ആ ചെറുപ്പക്കാരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തെരുവിലൂടെ നടന്നു വന്നത് എന്ന് പറയുമ്പോ CPMകാർ അതിന്റെ രാഷ്ട്രീയം പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഈ വേദിയിലിരിക്കുന്നത് ആരാണ്? പ്രിയപ്പെട്ട ഞങ്ങളുടെ മുഹമ്മദ് കെയാണ്. തന്റെ മകൻ കൊല്ലപ്പെട്ടിട്ട് തന്റെ കുടുംബത്തിന്റെ താണിയായ, ഒരു നാടിന്റെ പ്രതീക്ഷയായ, താൻ ഏറെ കാലം ചെലവും കൊടുത്ത് വളർത്തിയ ആ പൊന്നുമകൻ മരണപ്പെട്ടിട്ട് ആ പിതാവ് പോലും നിന്റെ പ്രസ്ഥാനത്തെ ഭയക്കുന്നില്ല എന്ന് പറയുമ്പോ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നു, ആർക്കാണ് നിന്നെയൊക്കെ പേടി? ഈ നാട്ടിലെ ഒരു കോൺഗ്രസുകാരനും സംഘടനാ പ്രവർത്തനം നടത്തുന്നത് CPMകാരനെ പേടിച്ചിട്ടോ CPMകാരന്റെ ഔദാര്യത്തിലോ അല്ല എന്ന് ഈ കൊലയാളി സംഘത്തെ പറഞ്ഞുവിടുന്ന CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ ഒന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. മട്ടന്നൂര് പോലെ ഇന്നലകളിൽ CPMന്റെ ഒരു കുറ്റിച്ചൂലി നിന്നാൽ പോലും ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെ പോലും ഇത്രയേറെ ഭയമാണ് എങ്കിൽ ഇങ്ങനെ പേടിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് CPMകാര സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് ഈ സദസ്സ് നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കൊന്നാലൊന്നും പേടിക്കുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന എത്രയെത്ര ഉദാഹരണത്തിലൂടെ നിങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ശരത് ലാലിനെ കൊന്നില്ലേ? നിങ്ങൾ കൃപേഷിനെ കൊന്നില്ലേ? നിങ്ങൾ സജിത് ലാലിനെ കൊന്നില്ലേ? അങ്ങനെ നിങ്ങൾ എത്രയെത്ര ചെറുപ്പക്കാരെ ഈ ത്രിവർണ്ണ പതാക പിടിക്കുന്നതിന്റെ പേരിൽ കൊല ചെയ്തിട്ടുണ്ട്. ആ പ്രദേശത്ത് പിന്നീട് ഈ പാർട്ടിയെ, നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ രോമത്തിലൊന്നുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ കൊലപാതകം കൊണ്ട് നിങ്ങളുടെ കൂടെ നടത്തുന്ന രക്തസാക്ഷിത്വം കൊണ്ടൊന്നും ഇല്ലാതാകുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഈ കണ്ണൂരും നിരവധി തവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആളുകളെ കൊല്ലാൻ ഒരു മര്യാദയുമില്ലാത്ത പ്രസ്ഥാനം, ആളുകളെ കൊന്നതിന് ശേഷം അതൊരു ഹുങ്കായി വിളിച്ചു പറയുന്ന ഒരു പ്രസ്ഥാനം, ആ ആളുകളെ കൊന്നവന്മാർക്ക് ജയിലിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. ഇതെന്തൊരു പ്രസ്ഥാനമാണ്? ഈ രാജ്യത്ത്, ഈ ലോകത്തിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകൾ ഏതെല്ലാം രീതിയിലുള്ള ചെയ്തികളാണോ ചെയ്യുന്നത്, ഏതെല്ലാം രീതിയിലുള്ള മനുഷ്യന്മാരെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്നത്, ആ രീതിയെല്ലാം അവലംബിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 തീവ്രവാദി സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയും അത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനം. എത്ര നിഷ്കളങ്കരായ മനുഷ്യന്മാരെയാണ് നിങ്ങൾ കൊന്നിട്ടുള്ളത്? മട്ടന്നൂരിലല്ലേ നിങ്ങളുടെ ഒരു പണിമുടക്കിന്റെ പേരിൽ
നിർത്തിയിട്ടിരുന്ന ബസ് കത്തിച്ച് നിങ്ങൾ 5ഓളം മനുഷ്യന്മാരെ ചുട്ടുകൊന്നത്? കോഴിക്കോടല്ലേ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നടന്നിരുന്ന, നിങ്ങളുടെ രാഷ്ട്രീയത്തോട് ഇടക്കാലത്തൊന്ന് വിയോജിച്ച, നിങ്ങളോട് വിയോജിപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ നിങ്ങളുടെ പാർട്ടി ഒന്ന് വിട്ടതിന്റെ പേരിൽ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നത് വടകരയിലല്ലേ? ഒരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി സഞ്ചരിച്ചിരുന്ന വാഹനത്തിലൊന്ന് ഫുട്ബോൾ അറിയാതെ തട്ടിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് പരസ്യ വിചാരണ ചെയ്ത ഷുക്കൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരസ്യ വിചാരണയിലൂടെ കഴുത്തറുത്തു കൊന്നത് കണ്ണൂരിലല്ലേ? ഇങ്ങനെ ആളുകളെ കൊന്നിട്ടും കൊതി തീരാതെ അറപ്പുമാറിയ കൈകളുമായി ഇനി എത്ര കാലമാണ് CPM-കാരാ നിങ്ങൾ ഈ കൊലക്കത്തിയുമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുവാൻ പോകുന്നത്? നിങ്ങൾക്കെല്ലാ കാലത്തും കരുത്തും ആവേശവുമാകുന്നത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കൊടും കുറ്റവാളി, കേരളത്തിൽ പോളിറ്റ് ബ്യൂറോയിലുള്ള കൊടിസുനിയായ പിണറായി വിജയനാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കൊന്ന അറപ്പുമാറിയ കൈ തന്നെയാണ് പിണറായി വിജയന്റെ. അത് തൊട്ടിങ്ങോട്ട് നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെ, നിങ്ങളോട് രാഷ്ട്രീയമായി വിയോജിക്കുന്നവരെ, നിങ്ങളോട് രാഷ്ട്രീയമായി എതിർക്കുന്നവരെ അരും കൊല ചെയ്യുക എന്ന രാഷ്ട്രീയമല്ലാതെ മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ പിൻബലം നിങ്ങളുടെ രാഷ്ട്രീയത്തിനുണ്ടോ? ഇല്ല. സാധാരണക്കാരായ എത്ര മനുഷ്യന്മാരെയാണ് നിങ്ങൾ കൊല്ലുന്നത്? ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ ഇവിടേക്ക് ഉദ്യോഗവുമായി കടന്നു വന്ന നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ കൊന്നുകളഞ്ഞില്ലേ നിങ്ങൾ? അയാളുടെ രാഷ്ട്രീയം കോൺഗ്രസാ? അയാൾ പറഞ്ഞ രാഷ്ട്രീയം ലീഗാ? അയാൾ പറഞ്ഞ രാഷ്ട്രീയം UDF-ന്റെ രാഷ്ട്രീയമാ? അല്ലല്ലോ. നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അയാൾ ജീവിച്ചിരുന്ന കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയല്ലേ? നിങ്ങളുടെ ഉദ്യോഗസ്ഥ സംഘടനയോട് ചേർന്ന് നടന്ന ആളല്ലേ? അയാളെ നിങ്ങൾ കൊന്നത് എന്തിനാണ്? എന്നിട്ട് പറയുകയാണ് അത് ആത്മഹത്യയാണ്, പാർട്ടിക്ക് ഇതിനകത്ത് പിന്തുണയില്ല. പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണ്. എന്നാൽ ശ്രീ MV ഗോവിന്ദന്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പറഞ്ഞു ഞങ്ങൾ ദിവ്യക്കൊപ്പമാണ്. അവസാനം ആരാണ് ജയിച്ചത്? ശ്രീ MV ഗോവിന്ദന്റെ കുടുംബത്തിലെ സഹധർമ്മിണി. അവർ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ശ്രീ MV ഗോവിന്ദനും പാർട്ടിയും എത്തിച്ചേർന്നു. ഒടുവിൽ പാർട്ടിയും ഗോവിന്ദനും പറഞ്ഞു ഞങ്ങളും ദിവ്യക്കൊപ്പമാണ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ആത്മഹത്യയാണ് എന്നാണ്. ശ്രീ നവീൻ ബാബു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട ജില്ലക്കാരനാണ്, വ്യക്തിപരമായി അറിയുന്നയാളാണ്. അയാളെ പറ്റി ഇപ്പോൾ പറയുന്നത് അഴിമതി നടത്തിയ ആളാണ് എന്നാണ്. ഇനി നിങ്ങളുടെ വാദത്തിന് വേണ്ടി അഴിമതി നടത്തിയ ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ആളെ കൊല്ലാനുള്ള അവകാശമുണ്ട്. അയാൾ അഴിമതിക്കാരനല്ല എന്ന് അയാളുടെ കുടുംബം, അയാളുടെ നാട്ടുകാര്, അയാൾക്കൊപ്പം ജോലി ചെയ്ത മുഴുവൻ ആളുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നു അയാൾ അഴിമതിക്കാരനാണ്. നിങ്ങൾ പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, അത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഉറച്ച നിലപാടുകളുള്ള മനുഷ്യനാണ്, ആത്മബലമുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ല എന്ന കാരണം തൊട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് മറ്റു മാനവികമായ ഒരു കാരണമാണ്. ഈ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച, തന്റെ ജോലിയുടെ അവസാന കാലത്ത് നാട്ടിൽ തന്റെ കുടുംബത്തോടൊപ്പം ജോലി ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പിറ്റേ ദിവസം ട്രാൻസ്ഫർ കിട്ടി നാട്ടിലേക്ക് എത്തുകയാണ്. ആ നാട്ടിലേക്ക് എത്തുമ്പോ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് പറയാനുള്ള എന്റെ കാരണം, പിറ്റേ ദിവസം അയാളുടെ വരവും കാത്ത റെയിൽവേ സ്റ്റേഷനിൽ അയാളുടെ 2 പെൺമക്കളും ഭാര്യയും പോയി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കൂ. ആ ട്രെയിൻ വന്ന് നിർത്തുമ്പോ നവീൻ ബാബു ഇറങ്ങുമെന്ന് പറഞ്ഞ കമ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ കാത്ത് ആ 2 പെൺമക്കളും അയാളുടെ ഭാര്യയും കാത്തിരിക്കുകയാണ്. ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ മുതൽ ആലോചിക്കുന്നത് എപ്പോഴാണ് തന്റെ ജീവന്റെ പാതിയായ നവീൻ ബാബു കടന്നു വരിക എന്ന. ആ മക്കൾ തീരുമാനിച്ചിട്ടുണ്ടാകാം ആദ്യമേ ഓടിപ്പോയി ബാഗ് വാങ്ങി കെട്ടിപ്പിടിക്കണമെന്ന്. അതിലൊരു മകൾ തീരുമാനിച്ചിട്ടുണ്ടാകാം ഓടിപ്പോയി തന്റെ പിതാവിനെ ദീർഘകാലത്തിന് ശേഷം കാണുകയാണ്, മാത്രമല്ല നാട്ടിൽ ജോലി ചെയ്യാൻ വരികയാണ്, അയാളെ ഓടിപ്പോയി ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അവർ കാത്തിരിക്കുമ്പോ ആ ട്രെയിനിൽ നിന്ന് ഒന്നൊന്നായി ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവസാനത്തെ ആളും ഇറങ്ങി ആ തീവണ്ടി മുന്നോട്ട് കടന്നു പോകുമ്പോ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ പരമാവധി ആശങ്ക? ആ മക്കൾ വിചാരിച്ചിട്ടുണ്ടാകില്ലേ അയ്യോ ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം, ഇന്നലെ രാത്രിയിലും വിളിച്ച് നാളെ രാവിലെ എത്തുമെന്ന് പറഞ്ഞ ആളാണ്, എന്റെ അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കും എന്റെ അച്ഛൻ ഇറങ്ങാതെ പോയത്, എന്റെ അച്ഛൻ അടുത്ത സ്റ്റേഷനിലായിരിക്കും ഇറങ്ങുക, അവിടെ ആരാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്, ഇവിടെ ആയിരിക്കും ഇറങ്ങുക, എപ്പോഴായിരിക്കും അദ്ദേഹം ഉറങ്ങുക. നിർത്താതെ മനുഷ്യന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം തങ്ങളുടെ അച്ഛൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ആ 2 കുഞ്ഞു പെൺമക്കളുടെ മുന്നിലേക്കാണ് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യന്റെ മൃതശരീരം എത്തിയതെന്ന് പറയുമ്പോ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഞാൻ പറയുന്ന കാരണം, അയാൾ ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ആ കുടുംബത്തെ വിളിച്ചിട്ടൊന്ന് പറയും നാളെ ഞാൻ വരുന്നില്ല, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തിരിക്കേണ്ടുന്ന കാര്യമില്ല എന്ന്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അയാളുടെ ഫോണിൽ നിന്ന് ആദ്യത്തെ അവസാനത്തെ കോൾ പോവുക അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കായിരിക്കും, നിങ്ങൾ നാളെ വന്ന് കാത്തിരിക്കേണ്ടുന്ന കാര്യമില്ല എന്ന്. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം, ആ കുടുംബത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിടത്തോളം കാലം ഉറപ്പാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, അയാളെ കൊന്നു കെട്ടിത്തൂക്കിയത് തന്നെയാണ്. ആ കെട്ടിത്തൂക്കിയത് ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതേ നേതാക്കന്മാർ തന്നെയാണ് നമ്മുടെ ധീരനായ ഷുഹൈബിനെ കൊല്ലാനുള്ള വാറന്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്.
അതേ നേതാക്കന്മാർ തന്നെയാണ് ശരത് ലാലിനെ കൃപേഷിനെ കൊല്ലാനുള്ള കൊലയാളികൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്. അതേ നേതാക്കന്മാർ തന്നെയാണ് TP ചന്ദ്രശേഖരനെ കൊല്ലുവാനുള്ള കൊലയാളികളെ ഒളിപ്പിച്ചു കടത്തിയത്. അതേ നേതാക്കന്മാർ തന്നെയാണ് ഷുക്കൂറിനെ പടമയച്ചു കൊടുത്ത് കൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം ചെയ്യുന്ന ഒരേ നേതാക്കന്മാർ തന്നെയാണ്. ആ നേതാക്കന്മാരോട്, കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊലയാളി സംഘത്തെ നയിക്കുന്ന നേതാക്കന്മാരോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാ കാലവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന അഹങ്കാരത്തിൽ എല്ലാ കാലവും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ഉദ്യോഗസ്ഥ സംഘടനയിൽപ്പെട്ട കുറെ ഉണ്ണാക്കന്മാരാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഈ കൊലപാതക വാറന്റുകൾക്കെല്ലാം നിങ്ങൾ ഒപ്പുവെക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആ കൊലപാതക രാഷ്ട്രീയത്തിന്റെ അന്ത്യം 2026 മെയ് മാസത്തോടുകൂടി ഈ കേരളത്തിൽ ഉണ്ടാകുമെന്നും ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയായ, ഏറ്റവും വലിയ രാഷ്ട്രീയ ക്രിമിനലായ മുഖ്യമന്ത്രി അധികാരം വിട്ട് താഴേക്ക് ഇറങ്ങുമ്പോ ഇന്ന് ഈ കൊലപാതകത്തിന് ഒത്താശ ചെയ്തവർ, ഇന്ന് ഈ കൊലപാതകം കണ്ട് ചിരിച്ചു നിന്നവർ, ഇന്ന് ഈ കൊലപാതകത്തിന് വേണ്ടുന്ന എല്ലാ ഉപജാപ സംഘത്തെയും തയ്യാറാക്കിയവർ, ആ തയ്യാറാക്കിയവരെല്ലാം ഒന്നൊഴിയാതെ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് ജയിലറകൾ എണ്ണി ഇനിയുള്ള കാലം അവസാനിപ്പിക്കുമെന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനമാണ്. ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. കണ്ടില്ലേ, തൊട്ടപ്പുറത്ത് കൃപേഷിന്റെ ശരത് ലാലിന്റെ ആ മരണ വാറന്റിൽ ഒപ്പുവെച്ച മുൻ MLA അടക്കമുള്ള ആളുകളെ ജയിലിലേക്ക് പറഞ്ഞയക്കുവാനുള്ള നിശ്ചയദാർഢ്യം കാണിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഈ ജില്ലയിൽ ഷുഹൈബിനെ കൊല്ലാൻ തില്ലങ്കരിയെ പറഞ്ഞയച്ചവർ, തില്ലങ്കരി മാത്രമല്ല തില്ലങ്കരിയെ പറഞ്ഞയച്ചവന്മാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളത് ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എടുക്കുന്ന തീരുമാനമാണ്. ഞങ്ങൾ എല്ലാ കാലത്തും അങ്ങനെയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷികളോട് എല്ലാ കാലത്തും നീതി പുലർത്തിയിട്ടുള്ള സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും. അതല്ലാതെ നിങ്ങൾ ഓർക്കുന്നില്ലേ കൂത്തുപറമ്പിലെ വെടിവയ്പ്? എന്തിനായിരുന്നു കൂത്തുപറമ്പിൽ വെടിവയ്പ് ഉണ്ടായത്? ഷിബുവും റോഷനും മധുവും അടക്കമുള്ള 5 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടത് എന്ത് പശ്ചാത്തലത്തിലാണ്? പാടി നടന്നല്ലോ പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ എന്ന്. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, പുഷ്പനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആ പുഷ്പനെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മൃതാസന്നനായി കിടന്നിരുന്ന ഒരു മനുഷ്യനെ അയാളുടെ ചുറ്റും കൂടിയിരുന്ന വയലിനും ഗിറ്റാറുമായി ഫ്യൂഷൻ സംഗീതം വരെ നടത്തി പച്ച ജീവനെ നിരവധി തവണ നിങ്ങൾ കൊല്ലാതെ കൊന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയൂ, ആ പുഷ്പനോട് നിങ്ങൾ ചെയ്തത് നീതിയാണോ? കൂത്തുപറമ്പിൽ പോലീസുകാരുടെ വെടിയേറ്റ് നട്ടെല്ല് തകർന്നു വീണതിനേക്കാൾ പുഷ്പന് വേദനിച്ചിട്ടുണ്ടാവുക സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത അതേ പുഷ്പന്റെ വീടിന്റെ മുന്നിലൂടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ ശ്രീ പിണറായി വിജയൻ തന്റെ മകളെ ഒരു സ്വാശ്രയ കോളേജിലേക്ക് പറഞ്ഞയച്ചപ്പോഴല്ലേ അന്നല്ലേ പുഷ്പന് ശരിക്കും നിന്നിട്ടുണ്ടാവുക? അത് കഴിഞ്ഞ് ആ ഷിബുവിന്റെയും റോഷന്റെയും രാജീവന്റെയും ഒക്കെ രക്തസാക്ഷിത്വ വാർഷികം ആഘോഷിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ കൊണ്ടുവരിക വിദേശ സർവകലാശാല. കഴിഞ്ഞ ദിവസം CPM ഒരു നേതാവ് പറഞ്ഞത്, അത് ഞങ്ങൾ മുൻപ് വിദേശ സർവകലാശാല എതിർത്തത് അത് UDF കൊണ്ടുവരുന്ന വിദേശ സർവകലാശാല ആയതുകൊണ്ട്, ഞങ്ങൾ കൊണ്ടുവരുന്നത് വേറെ വിദേശ സർവകലാശാലയാണ്. അതെന്താ വ്യത്യാസം? ഞങ്ങൾ കൊണ്ടുവന്ന വിദേശ സർവകലാശാലയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന വിദേശ സർവകലാശാലയിലേക്കുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ വിദേശ സർവകലാശാല കൊണ്ടുവരുന്നതും പിണറായിയിൽ നിന്ന് തന്നെയാണോ? നിങ്ങളുടെ വിദേശ സർവകലാശാലയുടെ ആസ്ഥാനവും ധർമ്മടം തന്നെയാണോ? അല്ലല്ലോ. അപ്പോ ഒരു കാലത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം കേരളത്തിൽ നിരവധി ചെറുപ്പക്കാർക്ക് അവസരം ലഭിക്കുമായിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എതിർത്ത്, ആ എതിർക്കുവാൻ വേണ്ടി നിരവധി ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് കൊടിയും മുദ്രാവാക്യങ്ങളുമായി തെരുവിലേക്ക് പറഞ്ഞയച്ച് ആ ചെറുപ്പക്കാരെ കൊലയ്ക്ക് കൊടുത്തതിനു ശേഷം ആ ചെറുപ്പക്കാരുടെ രക്തസാക്ഷിക വാർഷികത്തിലൂടെ തന്നെ ആ എതിർത്താശയങ്ങൾ നടപ്പിലാക്കുന്ന പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. ഞങ്ങളുടെ രക്തസാക്ഷികളെക്കൂടെ അങ്ങേയറ്റം നീതി പുലർത്തുന്നവരാണ്. ഞങ്ങളുടെ രക്തസാക്ഷികളെ, ഞങ്ങളുടെ ചെറുപ്പക്കാർ രക്തസാക്ഷികളാകുവാൻ പോയ ഒരു രാഷ്ട്രീയത്തോടും ഇന്നത്തെ ദിവസം വരെ സന്ധി ചെയ്യുവാനോ സമരസം ചെയ്യുവാനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു രക്തസാക്ഷിയുടെ വീട്ടിലേക്കും ഏത് സമയത്തും ധൈര്യത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഞങ്ങൾക്ക് കടന്നു ചെല്ലുവാനുള്ള ഇച്ഛാശക്തി ഇന്നുമുണ്ട്. നിങ്ങൾക്ക് കഴിയുമോ? ഈ നാട്ടിലെ CPM നേതാക്കന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അന്തസ്സോടെ അഭിമാനബോധത്തോടെ തല ഉയർത്തിപ്പിടിച്ച ഷിബുവിന്റെ വീട്ടിലേക്ക് പോകാൻ, റോഷന്റെ വീട്ടിലേക്ക് പോകാൻ, രാജീവന്റെ വീട്ടിലേക്ക് പോകാൻ, പുഷ്പന്റെ വീട്ടിലേക്ക് പോകാൻ? നിങ്ങൾക്ക് പിന്നെ ഉളുപ്പില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏത് വീട്ടിലേക്കും കയറി ചെല്ലാം. പക്ഷേ ആ കുടുംബങ്ങൾ നിങ്ങളെ പ്രാഗിയാലുണ്ടല്ലോ, ആ ശാപത്തിൽ നിങ്ങൾ വെന്ത് വെണ്ണീറാകുന്ന സാമ്രാജ്യമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളെ നന്നാക്കുമെന്നും ഞങ്ങളുടെ അജണ്ടയല്ല. നിങ്ങളെ നന്നാക്കണമെന്നുള്ള ഒരു താല്പര്യവും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ മതി. നിങ്ങൾ ഇങ്ങനെ തന്നെ പോയി ഈ നാട്ടിലെ ജനങ്ങൾ, ഞങ്ങൾ പല സംസ്ഥാനത്തും അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആളുകളാണ്. ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴും
ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്. ഞങ്ങൾ എതിർത്ത ഒരു രാഷ്ട്രീയത്തോടും സമരസം ചെയ്തിട്ട് സന്ധി ചെയ്തിട്ട് അധികാരത്തിന്റെ ഇടനാഴികൾ പിടിച്ചെടുക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ജനങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷേ ജനങ്ങൾ ഞങ്ങളെ കല്ലെറിഞ്ഞോടിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ബംഗാൾ നിങ്ങളെ എങ്ങനെയാണ് നേരിട്ടത്? ബംഗാളിലെ ജനങ്ങൾ നിങ്ങൾ നിരവധി കാലം, പതിറ്റാണ്ടുകളോളം നിങ്ങൾ അധികാരത്തിൽ നിന്ന് ബംഗാളിൽ നിങ്ങളെ ജനങ്ങൾ തോൽപ്പിക്കുക മാത്രമല്ല കല്ലെറിഞ്ഞോടിക്കുക കൂടിയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ത്രിപുരയിൽ നിങ്ങളോട് എന്താ ചെയ്തത്? നിരവധി കാലം, നിരവധി പതിറ്റാണ്ടുകാലം നിങ്ങൾ അധികാരത്തിൽ നിന്ന ത്രിപുരയിൽ ജനങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞ് കുറ്റിക്കാട്ടിലേക്ക് ഓടിക്കുകയായിരുന്നു എന്നുള്ള ഓർമ്മ കേരളത്തിലെ സഖാക്കന്മാർക്ക് ഉണ്ടാകണം. ഇന്ന് പോലും നിങ്ങളുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നാളുകളിൽ നിങ്ങളെ കല്ലെറിഞ്ഞ് ഏതോ കാട്ടിലേക്ക് ഓടിക്കുവാൻ പോകുന്ന മറ്റൊരു തീരുമാനമാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ കിഫ്ബി റോഡുകളിൽ ടോൾ ബൂത്തുകൾ കൊണ്ടുവരുമെന്നാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, കേട്ടോളുകൾ വരും കേട്ടോ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളയിൽ വരും കേട്ടോ എന്ന അങ്ങയുടെ പഴയ പ്രസ്താവനയും ഒന്ന് ഓർത്തു വയ്ക്കുന്നതായിരിക്കും. ആ കേരളിന്റെ കുറ്റികൾ പോയി വീണ അതേ കുറ്റിക്കാട്ടിലേക്ക് തന്നെ കേട്ടോളിന്റെ ടോൾ ബൂത്തുകളും നിലംപരിശാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിൽ CPM-കാരന്റെ സർക്കാർ സ്ഥാപിക്കുന്ന ആദ്യത്തെ ടോൾ ബൂത്ത് തകർക്കുവാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നാളുകളിൽ ശ്രീ പിണറായി വിജയൻ അടക്കം ശ്രീ MV ഗോവിന്ദൻ അടക്കം ഈ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ നേതാക്കന്മാരെ വരെ ജനങ്ങൾ ചൂലെടുത്ത് കല്ലെടുത്ത് ഈ നാട്ടിൽ നോടിക്കുന്ന സാഹചര്യം ഉണ്ടാകുവാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം മതി എന്നുള്ളൊരു ബോധ്യം ഇനിയുള്ള കാലത്തെ ഭരണത്തിലെങ്കിലും നിങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു അനുസ്മരണ സംഗമത്തിൽ തുടങ്ങി അനുസ്മരണ സംഗമത്തിൽ അവസാനിക്കുന്ന പരിപാടിയല്ല. ഷുഹൈബിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം, ഷുഹൈബ് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ടാണ് ഒരു എളിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക നിലയിൽ ഞാനിവിടെ നിൽക്കുന്നത്. ആ പ്രവർത്തനങ്ങളെ നാളുകളിലും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോ അനുസ്മരണ സമ്മേളനങ്ങളും, അത് മട്ടന്നൂരിലാകട്ടെ, കൂത്തുപറമ്പിൽ നടന്നതാകട്ടെ, കഴിഞ്ഞ വർഷം പേരാവൂർ നടന്നാകട്ടെ, ഇത്തവണ ഇരിക്കൂർ നടക്കുന്നതാകട്ടെ, അടുത്ത കൊല്ലങ്ങളിലും കണ്ണൂരിൽ നടക്കുന്ന ഓരോ അനുസ്മരണ സമ്മേളനങ്ങളും ഞങ്ങളെ തളർത്തുകയല്ല, കൂടുതൽ ആവേശത്തോടെ ഈ ഇടതുപക്ഷ നരാധമന്മാർക്കെതിരായി അതിശക്തമായി പോരാട്ടം നയിച്ച ഈ നാടിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിക്കുവാനുള്ള ഞങ്ങളുടെ ദീപശിഖയായി ഞങ്ങളുടെ വഴിയിലെ കത്തുന്ന വിളക്കായിട്ടാണ് ഷുഹൈബ് നിലനിൽക്കുന്നതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എത്ര വെട്ടിയാലും എത്ര കൊന്നാലും തീരാത്ത ഒരു വീര്യമായി ഷുഹൈബ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ സമരവീര്യമായി കത്തിപ്പെടുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരുടെയും പ്രിയപ്പെട്ട മുഹമ്മദ് കൈയുടെയും അനുവാദത്തോടുകൂടി ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. പ്രിയമുള്ളവരെ, ഈ അനുസ്മരണ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വടകരയുടെ പ്രിയങ്കരനായ MP ശ്രീ ഷാഫി പറമ്പിൽ അവർ ഇങ്ങോട്ട് കടന്നു വരേണ്ടതായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിൽ എത്തിച്ചേരേണ്ടതുകൊണ്ട് ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ വന്ന് ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. ശ്രീ ഷാഫി പറമ്പിൽ MP. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടും. മറ്റൊരു കാര്യം കൂടി ഈ ഒരു വേദിയിൽ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. ഷുഹൈബിനെ കൊലപ്പെടുത്തിയതിലൂടെ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ നോക്കും എന്ന് പറഞ്ഞ ആളുകളുടെ പ്രസ്ഥാനത്തിൽ നിന്നും, DYFI പ്രസ്ഥാനത്തിൽ നിന്നും, ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വരുന്ന DYFIയിൽ നിന്നും കടന്നു വരുന്ന ചില സഹപ്രവർത്തകരെ ഈ വേദിയിൽ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അവர்களுം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുകയാണ്. അവരെ പെരിങ്ങോം മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം കടന്നു വരുന്നത്. പ്രിയപ്പെട്ട അഖിൽ KS, പ്രിയപ്പെട്ട ഷെബിൻ P, ശരൺ P, അഭിലാഷ് മനോജ് എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരെ ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെയും സ്വാഗതം ചെയ്യുന്നു.
ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവറുകളെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനൻ, ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം MLA, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, KPCCയുടെ ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാനായ സോണി സെബാസ്റ്റ്യൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ, യൂത്ത് കോൺഗ്രസിന്റെ കർമ്മനിരതരായ സംഘടനാ പ്രവർത്തകരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇനിയൊരു പ്രസംഗത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മായാതെ മറയാതെ എന്നു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൈബിന്റെ 7ാം രക്തസാക്ഷിത്വ ദിനാനുസ്മരണ സമ്മേളനമാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ ഒരിക്കലും സുഹൈബ് മരിക്കില്ല, ഞങ്ങളിലൂടെ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് സുഹൈബിനെ കൊല ചെയ്തത് എന്നുള്ളതിന്റെ ഉത്തരമാണ് നമുക്ക് ലഭിക്കാത്തത്. ഇവിടെ വിജിൽ മോഹൻ സംസാരിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. ആ പ്രദേശത്തെ എടയന്നൂരിലെയും മട്ടന്നൂരിലെയും കണ്ണൂരിലെയും യൂത്ത് കോൺഗ്രസിന്റെയും മാത്രമല്ല, ആ പ്രദേശത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും മുന്നോട്ട് വന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ സുഹൈബിനെ ഇവർ കൊല ചെയ്തത്. പ്രിയമുള്ളവരെ, ഇവിടെ ചെറുപ്പക്കാരെ കൊല ചെയ്യപ്പെടുന്നു. എത്ര പേരാണ്? സുഹൈബ്, ശരത്ലാൽ, കൃപേഷ്, അരിയിൽ ശുക്കൂർ. നിങ്ങൾ ഇത് ആരാണ് കൊല ചെയ്തത്? നമ്മൾ അവിടെ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അരിയിൽ ശുക്കൂറിനെ കൊല ചെയ്തത് ആരാണ്? അതിന്റെ കാരണക്കാരൻ ആരുടെ പ്രശ്നമാണത്? നിങ്ങൾ മനസ്സിലാക്കണം. P. ജയരാജനെ വഴിയിൽ വെച്ച് തടഞ്ഞു എന്നുള്ളതിന്റെ പേരിലല്ലേ MSFന്റെ ചെറുപ്പക്കാരനെ അരിയിൽ ശുക്കൂറിനെ വളഞ്ഞിട്ട് മിനിറ്റുകൾ വളഞ്ഞിട്ട് ഓരോരോ സമയങ്ങൾ വെച്ച് അവനോട് ചോദ്യം ചെയ്ത് ഇപ്പോൾ കൊല ചെയ്യപ്പെടുമെന്ന് പേടിച്ച് വിറച്ച് ഒരു മരത്തിൽ കെട്ടിയിട്ട് അവനെ കൊല ചെയ്തു. ആര് പറഞ്ഞിട്ട്? P. ജയരാജൻ പറഞ്ഞിട്ടാണ് എന്ന് വളരെ വ്യക്തമാവുകയാണ്. അതുപോലെ ശരത്ലാലിനെ, കൃപേഷിനെ കൊല ചെയ്തു. ആര് പറഞ്ഞിട്ടാണ് കൊല ചെയ്തത്? അതിന്റെ പ്രതികൾ ആരാണ്? മുൻ MLA കുഞ്ഞിരാമൻ അടക്കമുള്ളവരാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നത് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ? ഇവിടെ സുഹൈബിനെ കൊല്ലാൻ നേതൃത്വം കൊടുത്തത് ആരാണ്? ആകാശ് തില്ലങ്കേരിയുടെ പറഞ്ഞു വിട്ടത്. ഇതല്ല ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാക്കൂട്ടവും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും പറഞ്ഞില്ലേ, കൊല്ലവനെ മാത്രമല്ല കൊല്ലിച്ചനവനെയും വെറുതെ വിടില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്? ഈ ഗവൺമെന്റ് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് നിലപാടാണ് എടുക്കുന്നത്? ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നത്, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അടക്കം കൊടുക്കുന്ന നികുതി പണമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സുഹൈബിന്റെ ഉപ്പ മുഹമ്മദ് കൊടുക്കുന്ന നികുതി പണം, അതുപോലെ തന്നെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛന്മാർ കൊടുക്കുന്ന ആ നികുതി പണം ഉപയോഗിച്ചാണ് പ്രിയമുള്ളവരെ നാട്ടിൽ ക്രിമിനൽ വാസനയുള്ള കൊലപാതകികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി CBI അന്വേഷണത്തിന് വേണ്ടി ഈ ഗവൺമെന്റ് മുടക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കൂടുതലായി കടന്നു പോകുന്നില്ല. ഇവിടെ നേതാക്കന്മാർക്ക് പോകാനുള്ള തിരക്കുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഈ കൊലയാളി സംഘത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കൊലപാതകം കൊണ്ട്, ഈ ആക്രമണം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമോ? ഞാൻ ഒറ്റക്കാര്യം മാത്രം സൂചിപ്പിക്കാം. നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ എത്ര തവണയാണ് CPMന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി എത്ര തവണയാണ് CPM നേതൃത്വം, ഉന്നതമായ നേതൃത്വം അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി ഗുണ്ടകളെ പറഞ്ഞു വിട്ടത്? അദ്ദേഹത്തിന് നിരവധി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് കേരളത്തിലെ അതിനുശേഷമാണ് MLA ആയി, അതിനുശേഷം MP ആയി, അതിനുശേഷം കേരളത്തിലെ മന്ത്രിയായി, KPCCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പുല്ലാണ് ചെയ്യാൻ പറ്റിയത്? ആക്രമണ രാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കാൻ സാധിക്കുമെങ്കിൽ ഈ പ്രസ്ഥാനം ഉണ്ടായ അന്ന് ഈ പ്രസ്ഥാനം തകരണം. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എത്രയെത്ര കോൺഗ്രസ് നേതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. അതാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കാണിച്ചത്. ഇന്ന് ഈ ശ്രീകണ്ഠപുരം പ്രദേശത്ത് നടന്ന പ്രകടനവും ഈ അനുസ്മരണ സമ്മേളനവും നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ വിവരിച്ചില്ലേ. പശ്ചിമ ബംഗാളിലും ആ ത്രിപുരയിലുമുള്ള CPMന്റെ ഏരിയ സെക്രട്ടറിമാരും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരും ജില്ലാ സെക്രട്ടറിമാരായിരുന്നവർ ഇന്ന് കണ്ണൂർ ജില്ലയിൽ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഹോട്ടലുകളിൽ പൊറോട്ട അടിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശ്രീകണ്ഠപുരത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നോക്കിയാൽ ഒരു CPMന്റെ ഏരിയ സെക്രട്ടറിയെ, പശ്ചിമ ബംഗാളിലെ ഏരിയ സെക്രട്ടറി നമുക്ക് കാണാൻ സാധിക്കും, പൊറോട്ട അടിക്കുകയാണ്.
പശ്ചിമ ബംഗാൾ CPM ആഫീസ് ഉണ്ടോ? ആ ആഫീസ് നിങ്ങൾ വിറ്റില്ലേ? ആ ആഫീസ് വിറ്റില്ലേ നിങ്ങൾ? എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം? നിങ്ങൾ അത് പരിശോധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയം കൊണ്ട് ഒന്നും നേടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ആശയപരമായ രാഷ്ട്രീയത്തിന് പിന്നിൽ നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം അടിപറഞ്ഞു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ബൈ ഇലക്ഷൻ നടക്കുന്നില്ലേ? ഈ നടന്ന ബൈ ഇലക്ഷനുകളിൽ പിണറായി വിജയന്റെ പാർട്ടി എവിടെയാണ്? നിങ്ങൾ പരിശോധിച്ചു നോക്കണം. ഇവിടെ രാഹുൽ മാക്കൂട്ടം ഇവിടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലക്കാടിൽ എത്രയായിരുന്നു കോൺഗ്രസിന്റെ ഭൂരിപക്ഷം? രാഹുൽ മാക്കൂട്ടം എത്ര വോട്ടിനാണ് വിജയിച്ചത്? പുതുപ്പള്ളിയിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം? പുതുപ്പള്ളിയിൽ ചാണ്ടികുമ്മൻ എത്ര വോട്ടിനാണ് വിജയിച്ചത്? തൃക്കാക്കരയിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം? ഇരട്ടി ഭൂരിപക്ഷത്തിനല്ലേ പ്രിയ പിണറായി വിജയ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്? നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ക്രിയാത്മക രാഷ്ട്രീയവുമായി ഇറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നാട് റോഡിലിട്ട് നിങ്ങളെ തടയും എന്ന കാര്യത്തിൽ സംശയമില്ല. നവകേരള യാത്ര നടത്തിയപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ട വീര്യം. അതിന്റെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുഗൈബിനെ കൊന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. യുവാക്കൾ ഒന്നടങ്കം സംഘടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രകടനം നടത്തിയ അനുസ്മരണ റാലി നടത്തിയ മുഴുവൻ യൂത്ത് കോൺഗ്രസുകാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്. പ്രിയപ്പെട്ട ഷുഹൈബ് തെളിച്ച സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് വീണ്ടും കരുത്തുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം വിശദീകരിക്കുന്നതിന് വേണ്ടി BP അബ്ദുൾ റഷീദ്. ഷുഹൈബ് ജീവിതകാലത്ത് വിദ്യാഭ്യാസ സഹായം ഏറ്റെടുത്ത ഒരു 4 കുട്ടികളുണ്ടായിരുന്നു. എടയന്നൂരിലെ ഒരു സാധു സ്ത്രീ, ഭർത്താവ് മരിച്ച വിധവയായ രോഗിയായ ആ സാധു സ്ത്രീയുടെ 4 മക്കളുടെ വിദ്യാഭ്യാസം ഷുഹൈബ് ജീവിതകാലത്ത് ഏറ്റെടുത്താണ്. അവരുടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസ് IYCC ദേശീയ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി നടത്തുകയാണ്. അതിന്റെ ആദ്യ ഗഡു സഹായം ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസിന്റെ ബഹ്റൈൻ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. IYCCയുടെ ബഹ്റൈൻ കമ്മിറ്റി സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ ധനസഹായം IYCCയുടെ ദേശീയ കമ്മിറ്റി അംഗം മുഹമ്മദ് റജാസിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ധനസഹായം ഏറ്റെടുക്കുകയും അത് ധനസഹായം അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ, ആ കുട്ടികൾ എന്തായാലും നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നില്ല, 4 വിദ്യാർത്ഥികളാണ്, അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ മട്ടന്നൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജിതിൻ കൊളപ്പയെ ഏൽപ്പിക്കുകയാണ്. മുഹമ്മദ് റജാസ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ജിതിൻ കൊളപ്പയുടെ കൈകളിലേക്ക് ഈ സഹായം നൽകുകയാണ്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ആളുകളോടും അഭിവാദ്യം അറിയിച്ചിട്ടുണ്ട്. ഈ യോഗം ദീർഘിപ്പിക്കുന്നില്ല. ചുരുങ്ങിയ വാക്കുകളിൽ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ടീച്ചർ ക്ഷണിക്കുന്നു. ധീരജ് ഷുഹൈബിന്റെ 7ാം രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഒരു മഹാസമ്മേളനം ഇവിടെ പര്യവസാനിക്കാൻ പോവുകയാണ്. വേദിയിലുള്ള ഈ ജില്ലാ പ്രസിഡന്റ് ശ്രീകണ്ഠാപുരം നഗരസഭയുടെ പ്രിയങ്കരനായ കൗൺസിലർ കൂടിയായ ശ്രീ വിജിൽ മോഹൻ,
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആദരണീയനായ ശ്രീ മാർട്ടിൻ ജോർജ് അവർകൾ, മറ്റേ വേദിയിലിരിക്കുന്ന മുഹമ്മദ് കാടക്കം, വേദിയിലിരിക്കുന്ന സമുന്നത നേതാക്കന്മാരെ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആയിരങ്ങൾ പങ്കെടുത്ത ഒരു മഹാറാലിക്ക് ശേഷമാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ധീരനായ ഷുഹൈബ് പാവപ്പെട്ടവർക്കും അശരണർക്കും ആലംബഹീനർക്കും നിരാശ്രയർക്കും നിസ്സഹായർക്കും ഒപ്പം നിന്നതിന്റെ പേരിൽ പ്രസ്ഥാനത്തിന് വലിയ രീതിയിൽ അത്താണിയാകുമെന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് രക്ഷകനാകുമെന്നും ഭയന്നിട്ടാണ് CPM ഈ അരുംകൊല നടത്തിയത്. അതിലൂടെ നമ്മൾ ഇന്ന് കാണുകയാണ് ആയിരക്കണക്കിന് ഷുഹൈബുമാരാണ് ഇന്ന് ഇവിടെ വലിയ മുദ്രാവാക്യങ്ങളുമായി ഇവിടേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, ഷുഹൈബിനെ നിങ്ങൾ ഇല്ലാതാക്കിയേക്കാം, പക്ഷേ ഈ ഷുഹൈബിൽ നിന്നും ആയിരം ഷുഹൈബുകൾ ജന്മം കൊള്ളുമെന്നും ഈ പ്രസ്ഥാനത്തിന് തീർച്ചയായിട്ടും CPM-ന് അത് വലിയ രീതിയിൽ ഭീഷണിയാകും. CPM-ന്റെ ഇമാതിരിയുള്ള കൊലപാതകങ്ങളെ ഇല്ലാതാക്കുന്നതിന് വരെ ഈ യൂത്ത് കോൺഗ്രസ് തീർച്ചയായിട്ടും മുന്നണി പോരാളികളായി മുന്നോട്ട് പോകും. ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ച പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജിൽ മോഹനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, വേദിയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും അഭിവാദ്യം ഈ ഒരു വേദിയിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, സംസ്ഥാന സെക്രട്ടറി നസീമ ഖാദർ, TC പ്രിയ, ലിഷ ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെയുള്ള ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ഈ അലങ്കാര പണികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒപ്പം നിന്ന INTUC തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരോടുമുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അക്ഷയ് പറവൂരിനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കനായ അധ്യക്ഷൻ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരൻ ശ്രീ വിജിൽ മോഹൻ, അതോടൊപ്പം തന്നെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ, ഏറെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എത്രമാത്രം അക്രമ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാലും അത്തരം അക്രമങ്ങളെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ കണ്ണൂർ ജില്ലക്കകത്ത് അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തി മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ പരിപാടി അവസാനിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.